ഹായ് ഓൾ, വെൽക്കം ടു ബൾബ് ആൻഡ് ബീക്കർ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് പുതിയൊരു സബ്ജക്ട് സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. KTU BTech S7 പഠിക്കുന്ന ഇൻഡസ്ട്രിയൽ സേഫ്റ്റി എഞ്ചിനീയറിംഗ് ISE, അതായത് സബ്ജക്ട് കോഡ് വരുന്നത് MCN 401, അതായത് 3 ക്രെഡിറ്റ് ആയിട്ടുള്ള KTUവിലെ BTech S7 പഠിക്കുന്ന, അതേപോലെ തന്നെ BBAയിലും ഇതേ പേപ്പേഴ്സ് പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സബ്ജക്റ്റിന്റെ വീഡിയോ സീരീസ് ആണ് നമ്മൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഈ സബ്ജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം അതൊരു തിയറട്ടിക്കൽ സബ്ജക്ട് ആയതുകൊണ്ട്, കംപ്ലീറ്റ്ലി തിയറി ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഓറലായിട്ട് പറയുന്നതിനേക്കാൾ നല്ലത് PPT വെച്ചിട്ട് പ്രസന്റ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ സ്ലൈഡ് വെച്ചിട്ട് ക്ലാസ് എടുക്കുന്നതായിരിക്കും ഒന്നുകൂടി ഇഫക്റ്റീവ് ആവുക. നിങ്ങൾക്കത് നോട്ട്സ് ആയിട്ട് എഴുതിയെടുക്കാനും സൗകര്യം അതായിരിക്കും. സോ നമ്മൾ ആ രീതിയിലുള്ള PPT വെച്ചിട്ടുള്ള ക്ലാസ് സീരീസ് ആണ്. ഓരോ മൊഡ്യൂളിലും 2-3 വീഡിയോസ് വെച്ചിട്ട് നമുക്ക് അത് ബ്രീഫ് ആയിട്ട് നമുക്ക് അതിന്റെ പ്രിസൈസ് ആയിട്ട് നോട്ടോട് കൂടിയിട്ട് നമുക്ക് ആ സബ്ജക്ട് ഒന്ന് പഠിക്കാം. Hi everyone, welcome to the KTU BTech course on Industrial Safety Engineering, MCN 401. Before we begin the subject, let's first familiarize ourselves with the course syllabus, module structure and examination pattern. Understanding the syllabus and assessment scheme will help you focus on the key topics and prepare effectively for the university examination. Once we have an overview of the course, we will begin our first module on the fundamentals of industrial safety. Let's see our syllabus. MCN 401 Industrial Safety Engineering. It's a 3 credit subject. Okay. So the main intention of this course is to give knowledge of various safety management principles, various safety system, various machine guarding devices, hazard identification techniques, energy sources, system and application, and the need in the present context. And also the students will be able to compare different hazard identification tools and choose the most appropriate based on the nature of industry. The course aims to equip the students in working with project and to take up research work in connected area. ഇതാണ് ഈ ഒരു സബ്ജക്റ്റ് പഠിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ഈ സബ്ജക്റ്റ് നിങ്ങളെ സിലബസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതിൻ്റെ മെയിൻ ഇൻറ്റൻഷൻ. അതാണ് പ്രിയമ്പിൾ ഓഫ് ദി സബ്ജക്റ്റ് എന്ന് പറയുന്നത്. നൗ ലെറ്റ്സ് സീ ദ കണ്ടൻസ്. സോ 5 മൊഡ്യൂളുകളിലായിട്ടാണ് ഇതിലെ ടോപ്പിക്കുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് മൊഡ്യൂൾ കണ്ടെയ്ൻസ് സേഫ്റ്റി ഇൻട്രൊഡക്ഷൻ. ദെൻ സെക്കൻഡ് മൊഡ്യൂൾ personal protection in work environment. Third module, safety issue in construction. Fourth module, safety hazards in machines. And final, fifth module, hazard identification and analysis. ഇതാണ് ഇതിലെ 5 മൊഡ്യൂൾസ് വരുന്നത്. ഇനി ഇതിൻ്റെ എക്സാമിനേഷൻ പാറ്റേൺ, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ വരുന്നത്? ടോട്ടൽ 150 മാർക്കാണ് ഈ 3 ക്രെഡിറ്റ് സബ്ജക്റ്റിന് വരുന്നത്. അതിൽ ഇന്റേണൽ മാർക്ക്, കണ്ടിന്യൂസ് ഇവാലുവേഷൻ വരുന്ന ഇന്റേണൽ മാർക്ക് 50 മാർക്കാണ്. ദെൻ എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ 100 മാർക്കാണ് വരുന്നത്. എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ 3 hours വരുന്ന ഡ്യൂറേഷൻ വരുന്ന എക്സാമാണ് വരുന്നത്. നൗ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എങ്ങനെയാണ് വരിക എന്നുള്ളത്. അതായത് ഇന്റേണലിൻ്റെ പാറ്റേൺ ആസ് യൂഷ്വൽ നമ്മൾ പറഞ്ഞ പോലെ അറ്റൻഡൻസ്, അതേപോലെ ഇന്റേണൽ എക്സാമിനേഷന്, അസസ്മെൻറ്റ്, അതേപോലെ തന്നെ ആസ് യൂഷ്വൽ മറ്റ് സബ്ജക്റ്റുകളെ പോലെ തന്നെയാണ്. എക്സ്റ്റേണൽ എക്സാമിനേഷൻ്റെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ പാർട്ട് എ, പാർട്ട് ബി, ഇങ്ങനെ 2 പാർട്ടുകളിലായിട്ടാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. പാർട്ട് എയിൽ ആൻസർ ഓൾ ക്വസ്റ്റ്യൻ, 10 ക്വസ്റ്റ്യൻ, 10 ക്വസ്റ്റ്യൻസ് വിത്ത് 2 ക്വസ്റ്റ്യൻ ഫ്രം ഈച്ച് മൊഡ്യൂൾ. ഓരോ മൊഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ വീതം 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓരോന്നിനും 3 മാർക്ക്, ഓൾ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യേണ്ടതാണ്. പാർട്ട് ബിയിൽ ആൻസർ എനി വൺ ഫ്രം ഈച്ച് മൊഡ്യൂൾ, അതായത് ഓരോ മൊഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് ഏതെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്യുക. ഓരോ ക്വസ്റ്റ്യനും 2 സബ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഉണ്ടാവുക. 14 മാർക്കാണ് ഓരോ മൊഡ്യൂളിനും നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ടോട്ടൽ 30 മാർക്കിൻ്റെ 3 മാർക്കിൻ്റെ 10 ക്വസ്റ്റ്യൻ 30 മാർക്കും, അതേപോലെ 14 മാർക്കിൻ്റെ 5 ക്വസ്റ്റ്യൻസ്, അതായത് 70 മാർക്ക്, ടോട്ടൽ 100 മാർക്കാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ദെൻ മൂവിങ് ടു ദി ടോപ്പിക് മൊഡ്യൂൾ 1. ഫസ്റ്റ് മൊഡ്യൂൾ വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു സേഫ്റ്റി ആണ്. അതായത് എന്താണ് സേഫ്റ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നീഡ് ഫോർ സേഫ്റ്റി. ഈ സേഫ്റ്റിയുടെ ആവശ്യകത എന്താ? അപ്പോൾ സേഫ്റ്റി ഈസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് പീപ്പിൾ, പ്രോപ്പർട്ടി, equipment and environment from accident, injuries and hazards
It aims to create a workplace where employees can perform their duties without risk to their health and well-being. അപ്പോൾ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഓഫ് പീപ്പിൾ ഓർ പ്രോപ്പർട്ടി ഓർ എക്യുപ്മെൻറ്റ് ആൻഡ് ദ എൻവയോൺമെൻറ്റ്. അതായത് പീപ്പിളിനോ പ്രോപ്പർട്ടിയോ എക്യുപ്മെൻറ്റോ എൻവയോൺമെൻറ്റിനോ പ്രൊട്ടക്ട് ചെയ്യാം. എന്തിൽ നിന്ന് ആക്സിഡൻറ്റിൽ നിന്ന്, ഇഞ്ചുറിയിൽ നിന്ന്, ഹസാർഡിൽ നിന്ന്, ഇതിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് സേഫ്റ്റി എന്ന് പറയുന്നത്. മെയിനായിട്ട് വർക്കേഴ്സ്, എംപ്ലോയീസിന് അവരുടെ ഡ്യൂട്ടി റിസ്ക് ഒന്നുമില്ലാതെ ചെയ്യുക എന്നുള്ളതാണ്. ഇനി വൈ ഈസ് സേഫ്റ്റി നീഡഡ്? ഈ സേഫ്റ്റിൻ്റെ ആവശ്യകത എന്താണ്? നമ്പർ 1, പ്രൊട്ടക്ട് എംപ്ലോയീസ് ഫ്രം ഇഞ്ചുറീസ് ആൻഡ് ഒക്യുപ്പേഷണൽ ഡിസീസസ്. ഈ ജോലി ചെയ്യുന്നത് മൂലം ഉണ്ടാകുന്ന ഇഞ്ചുറീസും അതേപോലുള്ള അസുഖങ്ങളൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും സേഫ്റ്റി ചെയ്യുന്നത് മൂലം. ദെൻ പ്രിവെൻറ്റ് ആക്സിഡൻറ്റ് ആൻഡ് പ്രോപ്പർട്ടി ഡാമേജ്. ദെൻ തേർഡ് വൺ, റെഡ്യൂസ് പ്രൊഡക്ഷൻ ഇൻറ്ററപ്ഷൻ, മിനിമൈസ് ഫൈനാൻഷ്യൽ ലോസസ്, ബിൽഡ് എംപ്ലോയി കോൺഫിഡൻസ് ആൻഡ് മോറൽ, then improve organizational reputation, promote a healthy working environment. ഓവറോൾ ആയിട്ട് പറയുന്നത് ഈ സേഫ്റ്റിയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ സേഫ്റ്റിക്ക് അല്ലെങ്കിൽ നമ്മൾ പ്രയോറിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഹെൽത്തി വർക്കിംഗ് എൻവയോൺമെൻ്റ് ആയിരിക്കും ഓർഗനൈസേഷൻ ഉണ്ടാവുക, അതിൻ്റെ റെപ്യൂട്ടേഷൻ കൂടും, അതുപോലെ ഫൈനാൻഷ്യൽ ബെനിഫിറ്റ്സ് ഉണ്ടാവും, അതേപോലെ ആക്സിഡൻറ്റും അതേപോലെ പ്രോപ്പർട്ടി ഡാമേജും ഒക്കെ ഒഴിവാക്കാൻ പറ്റും. ഇതാണ് ഈ സേഫ്റ്റിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സേഫ്റ്റി? സേഫ്റ്റിയുടെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? ഒന്ന്, ഇറ്റ് ഈസ് എസെൻഷ്യൽ ബിക്കോസ് സേവ് ഹ്യൂമൻ ലൈഫ്. മെയിനായിട്ട് പറയുന്ന പർപ്പസ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ലൈഫ് പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. ആൻഡ് പ്രിവെൻറ്റ്സ് പെർമനൻറ്റ് ഡിസേബിലിറ്റീസ്, പ്രൊട്ടക്ട് എക്സ്പെൻസീവ് മെഷീനറി ആൻഡ് എക്യുപ്മെൻറ്റ്, ഇംപ്രൂവ് എംപ്ലോയി മോട്ടിവേഷൻ ആൻഡ് എൻഷുർ uninterrupted business operation, create a positive safety culture, and also supports sustainable organizational growth. These are the essential അല്ലെങ്കിൽ these are the importance of safety. അപ്പോൾ സേഫ്റ്റി എസെൻഷ്യൽ ആണെന്ന് പറയാനുള്ള റീസൺ, ദീസ് ആർ ദ റീസൺ ഫോർ സേഫ്റ്റി ഈസ് സെഡ് ടു ബി എസെൻഷ്യൽ എന്ന് പറയുന്നതിനുള്ള കാരണമാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, പ്രൊവൈഡിങ് സേഫ്റ്റി ഹെൽമെറ്റ് ആൻഡ് ഗ്ലൗസ് ആൻഡ് പ്രോപ്പർ ട്രെയിനിങ് സിഗ്നിഫിക്കൻ്റ്ലി റെഡ്യൂസ് വർക്ക് പ്ലേസ് ആക്സിഡൻറ്റ്. നമ്മളിപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ള ആളുകൾക്ക് ഹെൽമെറ്റുകൾ കൊടുക്കുക, അതേപോലെ തന്നെ ഇപ്പോൾ ഹോട്ടായിട്ടുള്ള ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്ക് ഗ്ലൗസ് കൊടുക്കുക, അതേപോലെ പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കുക. ഇതൊക്കെയാണ് ഈ സേഫ്റ്റിൻ്റെ ഇമ്പോർട്ടൻസിൻ്റെ ഇതെന്ന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ദെൻ വി ഹാവ് ടു സീ ഹൗ സേഫ്റ്റി ഈസ് റിലേറ്റഡ് ടു പ്രൊഡക്ടിവിറ്റി. അപ്പോൾ നമ്മൾ സേഫ്റ്റി പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പ്രൊഡക്ടിവിറ്റി ഒബ്വിയസ്ലി ഇൻക്രീസ് ചെയ്യും. അതെങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നത്? സേഫ്റ്റി ആൻഡ് പ്രൊഡക്ടിവിറ്റി ആർ ഡയറക്ട്ലി റിലേറ്റഡ്. എ സേഫ് വർക്ക് പ്ലേസ് എനേബിൾസ് എംപ്ലോയീസ് ടു പെർഫോം ദെയർ വർക്ക് എഫിഷ്യൻ്റ്ലി വിത്തൗട്ട് ഇൻറ്ററപ്ഷൻ കോസ്ഡ് ബൈ ആക്സിഡൻറ്റ്. എല്ലാ സേഫ്റ്റി മെഷേഴ്സും നമ്മൾ എൻഷുർ ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അവിടെ ഒരു ഇൻറ്ററപ്ഷനും ഇല്ലാതെ വർക്ക് സ്മൂത്തായിട്ട് പോകാൻ പറ്റും. ആർക്കും ഒരു ഇഞ്ചുറി ഒന്നും ഇല്ലാതെ വർക്ക് സ്മൂത്തായിട്ട് പോകുമ്പോൾ ഒബ്വിയസ്ലി ആ ഫേമിൻ്റെ ഓർഗനൈസേഷൻ്റെ പ്രൊഡക്ടിവിറ്റി എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ചെയ്യും. ഹൗ സേഫ്റ്റി ഇംപ്രൂവ് പ്രൊഡക്ടിവിറ്റി? ലെറ്റ്സ് സി. ഫസ്റ്റ് വൺ, റെഡ്യൂസ് ലോസ്റ്റ് വർക്കിംഗ് ഹവേഴ്സ്. അവിടെ വർക്കിംഗ് ഹവേഴ്സ് ഒന്നും ഉണ്ടാവില്ല. ഡിക്രീസ് ആബ്സെൻറ്റീസം, അതായത് ആളുകൾ ലീവ് ആവുന്നൊക്കെ തടയാൻ പറ്റും, കാരണം അവരുടെ ഹെൽത്തും കൂടി നമ്മൾ കൺസേൺ ചെയ്യുന്നതുകൊണ്ട്. റെഡ്യൂസ് മെഷീൻ ബ്രേക്ക് ഡൗൺസ്, ഇംപ്രൂവ് പ്രൊഡക്റ്റ് ക്വാളിറ്റി, increase work efficiency, lowers accident related to expenses, enhance organizational profitability. These are the ways how safety improves the productivity. Then we can see from this diagram, safe workplace and fear accident fewer accidents, then higher efficiency. സോ സേഫ് വർക്ക് പ്ലേസ് ആണെങ്കിൽ ആക്സിഡൻസ് കുറയും, ദെൻ ഹയർ എഫിഷ്യൻസി കൂടും, ദെൻ ബെറ്റർ പ്രൊഡക്ടിവിറ്റി ഒബ്വിയസ്ലി കൂടും, കാരണം എഫിഷ്യൻസി കൂടിയ പ്രൊഡക്ടിവിറ്റി കൂടും. ആൻഡ് ഓൾസോ ഫൈനലി ദ അൾട്ടിമേറ്റ് റിസൾട്ട് ഇൻക്രീസ് ദ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യും. ഇതാണ് ആ ഒരു വർക്ക് ഫ്ലോ എന്ന് പറയുന്നത്. സേഫ് വർക്ക് പ്ലേസ് ആണെങ്കിൽ ഫ്യൂവർ ആക്സിഡൻസുകൾ കുറയും, അപ്പോൾ എഫിഷ്യൻസി കൂടും, പ്രൊഡക്ടിവിറ്റി കൂടും, ആൻഡ് ഫൈനലി പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. ദെൻ വാട്ട് ഈസ് ദ എഫക്റ്റ് ഓഫ് പ്യുവർ സേഫ്റ്റി ഓൺ പ്രൊഡക്ടിവിറ്റി? അതായത് നമ്മൾ സേഫ്റ്റി എൻഷുർ ചെയ്തില്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റിനെ എങ്ങനെയാണ് ബാധിക്കുക? പുവർ സേഫ്റ്റി മാനേജ്മെൻറ്റ് ലീഡ്സ് ടു ഫ്രീക്വൻറ്റ് വർക്ക് പ്ലേസ് ആക്സിഡൻറ്റ്, പ്രൊഡക്ഷൻ ഡിലേസ്, മെഷീൻ ഡാമേജസ് ഉണ്ടാവും, ഇൻക്രീസ്ഡ് ആബ്സെൻറ്റീസം, ആളുകൾ ഇടയ്ക്കിടയ്ക്ക് ലീവ് ആവും കാരണം അവരുടെ ഹെൽത്ത് കൺസേൺ ആയതുകൊണ്ട്. ഹയർ കോമ്പൻസേഷൻ കോസ്റ്റ്, എന്തെങ്കിലും അപകടങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ അവർക്ക് കോമ്പൻസേഷൻ കാരണം കൊടുക്കേണ്ടി വരും.
employee dissatisfaction, then reduced product quality, loss of customer confidence, and അൾട്ടിമേറ്റ്ലി ഫൈനാൻഷ്യൽ ലോസസ്. മറ്റൊടുത്ത് നമ്മൾ പറഞ്ഞ പോലെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്ത് പ്രോഫിറ്റ് കൂടുന്നത് പോലെ നേരെ റിവേഴ്സ് ആയിട്ട് പിന്നെ പ്രോഫിറ്റ് കുറയുകയും ഫൈനാൻഷ്യൽ ലോസസിനും കാരണമാവും. ദീസ് ആർ ദ എഫക്റ്റ് ഓഫ് പ്യുവർ സേഫ്റ്റി ഓൺ പ്രൊഡക്ടിവിറ്റി. ദെൻ ലെറ്റ്സ് സീ സം ഡെഫിനിഷൻസ് റിലേറ്റഡ് ടു സേഫ്റ്റി. സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട ചില ഡെഫിനിഷൻസ് ആണ് പറയുന്നത്. ഒന്ന് ആക്സിഡൻറ്റ്. ലാക്ക് ഓഫ് സേഫ്റ്റി ഇല്ലാതാകുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന് നമ്പർ 1 ആക്സിഡൻറ്റ്. അപ്പോൾ എന്താണ് ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞാൽ? An accident is an unexpected or unplanned or undesirable event that result in injury, illness, property damage or interruption of work. അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്യാതെ അറിയാതെ വരുന്ന ഇഫക്റ്റ്, അത് കാരണം എന്തുണ്ടാവും? ആ ആക്സിഡൻറ്റ് കാരണം ഇഞ്ചുറി ഉണ്ടാവും, അല്ലെങ്കിൽ ഇൽനെസ്, അസുഖങ്ങൾ ഉണ്ടാവും, പ്രോപ്പർട്ടി ഡാമേജ് ഓർ ഇൻറ്ററപ്ഷൻ ഓഫ് വർക്ക് തടസ്സപ്പെടുകയോ ഇഞ്ചുറിയോ അല്ലെങ്കിൽ ഇൽനെസ്സോ ഒക്കെ ഉണ്ടാവുകയും ചെയ്യുന്ന കാരണത്തെയാണ് നമ്മൾ ആക്സിഡൻറ്റ് എന്ന് പറയുന്നത്. ഈ ആക്സിഡൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? സഡൻലി, പെട്ടെന്നാണ് അത് നടക്കുക. നോട്ട് ഇൻറ്റൻഷനലി കോസ്ഡ്, അത് ആക്സിഡൻ്റലാണ്, ഇൻറ്റൻഷനലി അല്ല. ആൻഡ് റിസൾട്ട് ഇൻ ലോസ് ഓർ ഡാമേജ്, എന്തെങ്കിലും നഷ്ടങ്ങളോ ഡാമേജുകളോ വരുത്തും. ദെൻ ക്യാൻ യൂഷ്വലി ബി പ്രിവെൻറ്റഡ്, അത് നമുക്ക് തടയാൻ പറ്റുന്നതുമാണ്. ദെൻ ഒരു എക്സാമ്പിൾ ആണെങ്കിൽ വർക്കർ സ്ലിപ്പിംഗ് ഓൺ വെറ്റ് ഫ്ലോർ, നനഞ്ഞ ഇതിൽ വർക്കർ സ്ലിപ്പായി പോവുക, ഇലക്ട്രിക്കൽ ഷോക്ക് ഉണ്ടാവുക, ഫയർ ഡ്യൂ ടു ഷോർട്ട് സർക്യൂട്ട് മൂലം ഫയർ ഉണ്ടാവും. ഇതൊക്കെ ആക്സിഡൻറ്റ് കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പോൾ ഇവിടുന്ന് ഡിഫൈൻ ചെയ്യാൻ പറയുമ്പോൾ ആക്സിഡൻറ്റ് എന്താണ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒരു എക്സാമ്പിൾ എഴുതി കഴിഞ്ഞാൽ 3 മാർക്ക് ക്വസ്റ്റ്യനിൽ ഇത്രയും സാധനങ്ങൾ ഉണ്ടായാൽ മതി. ദെൻ അടുത്തതാണ് ഇഞ്ചുറി. ആക്സിഡൻറ്റ് കാരണം ഉണ്ടാവുന്ന, ആക്സിഡൻറ്റ് മൂലം ഉണ്ടാവുന്ന അതിൻ്റെ ഒരു കോസാണ് ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ. ആൻ ഇഞ്ചുറി ഈസ് എ ഫിസിക്കൽ ഓർ സൈക്കോളജിക്കൽ harm suffered by a person due to an accident or exposure to workplace hazard. ആക്സിഡൻറ്റോ അല്ലെങ്കിൽ വർക്ക് പ്ലേസ് ഹസാർഡോ കാരണം ഉണ്ടാവുന്ന ഒരു എഫക്റ്റാണ് ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇഞ്ചുറി ഉണ്ട്. ഒന്ന് കട്ട്സ് ആൻഡ് വൂൺസ്, മുറിവുകൾ ഉണ്ടാവുക, ബേൺസ്, പൊള്ളലുകൾ, ഹിയറിംഗ് ലോസ്, ഫ്രാക്ചേഴ്സ്, ഐ ഇഞ്ചുറി, ഇലക്ട്രിക് ഷോക്ക്, ഒക്കുപേഷണൽ ഡിസീസസ്, ഇങ്ങനെയുള്ള കുറേ ഇഞ്ചുറീസ് ആക്സിഡൻറ്റിന് ഡ്യൂ ടു ആക്സിഡൻറ്റ് ഉണ്ടാവുന്ന ചില കാരണങ്ങളാണ് ഇഞ്ചുറി. എക്സാമ്പിൾ, എ വർക്കർ റിസീവ് ബേൺസ് വൈൽ ഹാൻഡ്ലിംഗ് ഹോട്ട് എക്യുപ്മെൻറ്റ് വിത്തൗട്ട് പ്രൊട്ടക്റ്റീവ് ഗ്ലൗസ് ഇടാതെ നമ്മൾ ചൂടുള്ളൊരു സാധനം എടുക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ബേൺ, അതൊരു ഇഞ്ചുറിയാണ്. ആക്സിഡൻറ്റ് മൂലം ഉണ്ടാവുന്ന ഇഞ്ചുറിയാണ്, അറിയാതെ സംഭവിക്കുന്നത്. ദെൻ അനദർ വൺ ഈസ് അൺസേഫ് ആക്ട്. അതായത് an unsafe act is an unsafe behavior or action by a worker that increase the possibility of an accident. ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവാൻ കാരണമാകുന്ന ഒരു വർക്കർ കൃത്യമായിട്ട് പ്രിക്കോഷൻ ഒന്നും എടുക്കാതെ ചെയ്യുന്ന ആക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അൺസേഫ് ആക്ട്, സേഫ് അല്ലാത്ത ആക്ട്. ഫോർ എക്സാമ്പിൾ, നോട്ട് വിയറിങ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്, PPE കിറ്റ് ധരിക്കാതെ. ഇപ്പോൾ കൊറോണ സമയത്തൊക്കെ നമ്മൾ PPE കിറ്റ് ഉണ്ടായിരുന്നു, അത് ധരിക്കാതെ എത്തുമ്പോൾ അത് എന്ത് ചെയ്യും? ആ ഡിസീസ് സ്പ്രെഡ് ചെയ്യാൻ കാരണമാവും. അതേപോലെ ഓപ്പറേറ്റിംഗ് മെഷീനറി വിത്തൗട്ട് ഓതറൈസേഷൻ, കാര്യങ്ങൾ അറിയാതെ. ഇപ്പോൾ ലാബിലൊക്കെ കുട്ടികൾ നിങ്ങളോട് കൃത്യമായിട്ട് പറഞ്ഞതാണ്, വിത്തൗട്ട് പെർമിഷൻ ഒരു എക്യുപ്മെൻറ്റും എന്ത് ചെയ്യരുത്, ഓപ്പറേറ്റ് ചെയ്യരുത്, ലാബ് ഇൻസ്ട്രക്ടറുടെയോ അല്ലെങ്കിൽ ഫാക്കൽറ്റിയുടെ പെർമിഷൻ ഇല്ലാതെ. അതാണ് ഓപ്പറേറ്റിംഗ് മെഷീനറി വിത്തൗട്ട് ഓതറൈസേഷൻ. ദെൻ ഇഗ്നോറിങ് സേഫ്റ്റി പ്രൊസീജിയർ ഒന്ന് ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ടാവുമല്ലോ, അത് കാരണം എന്ത് ചെയ്യും? അൺസേഫ് ആക്ടാണത്. പിന്നെ യൂസിങ് ഡാമേജ്ഡ് ടൂൾ, കേട് വന്ന ടൂളുകൾ ഉപയോഗിക്കുക. ദ റണ്ണിങ് ഇൻസൈഡ് ദ വർക്ക് പ്ലേസ്, ഈ നമ്മൾ വർക്ക് പ്ലേസിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ വെറുതെ ഓടി നടക്കുക. ദെൻ സ്മോക്കിംഗ് നിയർ ഫ്ലെയിമബിൾ മെറ്റീരിയൽ, ഈ ഫ്ലെയിമബിൾ പെട്രോൾ പമ്പിലൊക്കെ പോയിട്ട് അവിടെ നിന്ന് സ്മോക്ക് ചെയ്യുന്നത്. അതേപോലെ റിമൂവിങ് മെഷീൻ ഗാർഡ്സ്, ഈ ഗാർഡുകളൊക്കെ റിമൂവ് ചെയ്യും. അപ്പം പല ആളുകളും ഈ ബൈക്കൊക്കെ മോഡിഫിക്കേഷൻ വരുമ്പോൾ ഈ ചെയിൻ്റെ ആ കവറിങ്, പ്രൊട്ടക്റ്റീവ് കവറിങ് ഒക്കെ റിമൂവ് ചെയ്യാനുള്ളത് കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഇറ്റ് കോസസ്, ഇങ്ങനെ അൺസേഫ് കാരണങ്ങൾ, കണ്ടീഷൻ കാരണം ഉണ്ടാകുന്ന ചില കോസസ് എന്താണ്? ഒന്ന് പുവർ മെയിൻ്റെനൻസ് ആണ് ഒന്ന് അൺസേഫ് ആക്ടിനുള്ള കാരണം. ദെൻ ഇംപ്രോപ്പർ ഹൗസ് കീപ്പിംഗ്. ദെൻ അൺസേഫ് ആക്ടിനുള്ള കോസസ് എന്തൊക്കെയാണ് പറഞ്ഞു വെച്ചാൽ, ഒന്ന് കെയർലെസ്നെസ്, നമ്മൾ അശ്രദ്ധയാണ് അൺസേഫ് ആക്ടിനുള്ള ഒരു ഇത് വരുന്നത്. രണ്ടാമത് ലാക്ക് ഓഫ് ട്രെയിനിങ്ങിൻ്റെ കുറവ്. മൂന്നാമത് ഫറ്റിഗ്, ക്ഷീണം കാരണമായിരിക്കും അൺസേഫ് ആക്ട് ഉണ്ടാവുക. ദെൻ സ്ട്രെസ്സ് കാരണം ഉണ്ടാവും. അതേപോലെ ഓവർ കോൺഫിഡൻസ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ അൺസേഫ് ആക്ടിന് കാരണമാകുന്നത്. എന്തുകൊണ്ടാണ്? ആളുകൾ മനഃപൂർവ്വമല്ല,
ഒന്ന് അശ്രദ്ധ മൂലമാണ്, അല്ലെങ്കിൽ ട്രെയിനിങ് കിട്ടാത്തതാണ്, അല്ലെ ക്ഷീണം കൊണ്ടോ, അല്ലെ സ്ട്രെസ് കൊണ്ടോ, ഓവർ കോൺഫിഡൻസ് കൊണ്ടോ ഒക്കെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇനി അടുത്താണ് അൺസേഫ് കണ്ടീഷൻ. ഓക്കെ, നേരത്തെ മാറിപ്പോയതാണ് സ്ലൈഡ്. അപ്പോൾ അൺസേഫ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ an unsafe condition is a hazardous physical condition in the workplace that may cause an accident. ഒരു ആക്സിഡൻറ്റിന് കാരണമാകുന്ന ഒരു കണ്ടീഷൻ, ഓക്കെ, ഒരു വർക്ക് പ്ലേസിൽ ഉണ്ടാവുക, അതാണ്. അപ്പോൾ അൺസേഫ് കണ്ടീഷൻ മൂലം അൺസേഫ് എന്ത് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവാൻ കാരണം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ പറയുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവും. വെറ്റ് ഓർ സ്ലിപ്പറി ഫ്ലോർസ്, അതായത് ഈ ഫ്ലോറുകളൊക്കെ നനഞ്ഞിരിക്കുക, അതേപോലെ പുവർ ലൈറ്റിംഗ് കുറവാണെങ്കിൽ അവിടെ ആക്സിഡൻറ്റ് ഉണ്ടാവാൻ കാരണമാവും. എക്സ്പോസ്ഡ് ഇലക്ട്രിക്കൽ വയർ, അപ്പോൾ ഷോക്ക് ഉണ്ടാവാൻ കാരണമാവും. ഡിഫക്റ്റീവ് മെഷീനറി, കേടുവന്ന മെഷീനറി ഉപയോഗിക്കുക. പുവർ വെന്റിലേഷൻ കുറവാണെങ്കിൽ അവിടെ ശ്വാസതടസ്സങ്ങൾ ഉണ്ടാവും, എസ്പെഷ്യലി കെമിക്കൽ ഇൻഡസ്ട്രിയിലൊക്കെ. ദെൻ കെമിക്കൽ ലീക്സ്, ബ്ലോക്ക്ഡ് എമർജൻസി എക്സിറ്റ്, ദെൻ എക്സസീവ് വർക്ക് പ്ലേസ് നോയ്സ്. ഇനി എന്തൊക്കെയാണ് ഈ അൺസേഫ് കണ്ടീഷൻ ഉണ്ടാവാനുള്ള കാരണങ്ങൾ? ഒന്ന്, പുവർ മെയിൻ്റെനൻസ്, നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻ്റെനൻസ് ചെയ്യാനില്ലെങ്കിൽ അൺസേഫ് കണ്ടീഷൻ ഉണ്ടാവും. അതേപോലെ ഇംപ്രോപ്പർ ഹൗസ് കീപ്പിംഗ്, നമ്മൾ ആ വെന്റിലേഷൻ എന്തൊക്കെ ഒന്ന് പ്രോപ്പർ ആക്കിയില്ലെങ്കിൽ അവിടെയും എന്തുണ്ടാവും? അൺസേഫ് കണ്ടീഷനാണ്. എക്യുപ്മെൻറ്റ് ഫെയിലിയർ, സാധനങ്ങൾ കേട് വന്നു കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ലാക്ക് ഓഫ് സേഫ്റ്റി ഇൻസ്പെക്ഷൻ, കൃത്യമായിട്ട് എക്യുപ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇൻസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അൺസേഫ് കണ്ടീഷൻ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ദെൻ ഇത് സ്ഥിരമായിട്ട് എക്സാമിൽ ചോദിക്കുന്ന ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യനിലുള്ള ക്വസ്റ്റ്യൻ ആണ്. കമ്പാരിസൺ ബിറ്റ്വീൻ അൺസേഫ് ആക്ട് ആൻഡ് അൺസേഫ് കണ്ടീഷൻ. സോ അൺസേഫ് ആക്ട് എന്ന് പറയുന്നത് അൺസേഫ് ബിഹേവിയർ ബൈ എ വർക്കർ, ഒരു വർക്കർക്ക് ഉണ്ടാവുന്നതാണ് അൺസേഫ് ആക്ട് എന്ന് പറഞ്ഞാൽ. അൺസേഫ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അൺസേഫ് ഫിസിക്കൽ കണ്ടീഷൻ ഓഫ് ദി ഇൻഡസ്ട്രിയാണ്. ദെൻ കോസ്ഡ് ബൈ ഹ്യൂമൻ എറർ, അൺസേഫ് ആക്ട് ഹ്യൂമൻ എറർ മൂലമാണ്. മറ്റത് കോസ്ഡ് ബൈ വർക്ക് പ്ലേസ് ഹസാർഡ്. ദെൻ നോട്ട് വിയറിംഗ് PPE കിറ്റ് ഒരു അൺസേഫ് ആക്ട് ആണ്. ദെൻ അൺസേഫ് കണ്ടീഷൻ എക്സാമ്പിൾ ആണ് സ്ലിപ്പറി ഫ്ലോർ. ദെൻ ഓപ്പറേറ്റിംഗ് മെഷീൻ കെയർലെസ്ലി അൺസേഫ് ആക്ട് ആണ്. ഫോൾട്ടി മെഷീൻ അൺസേഫ് കണ്ടീഷൻ ആണ്. ഇഗ്നോറിംഗ് സേഫ്റ്റി റൂൾസ്, ദെൻ എക്സ്പോസ്ഡ് ഇലക്ട്രിക്കൽ വയറിംഗ് അൺസേഫ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ. അൺസേഫ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവുന്ന ആ സാഹചര്യമാണ്, അത് ഇൻഡസ്ട്രിയാണ് അതിനുള്ള റീസൺ. എന്നാൽ അൺസേഫ് ആക്ട് എന്ന് പറഞ്ഞാൽ പേഴ്സൺ, അയാൾ ബിഹേവിയറുടെ മൂലം ഉണ്ടാകുന്നതാണ് അൺസേഫ് ആക്ട് എന്ന് പറയുന്നത്. ഈ കമ്പാരിസൺ 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ദെൻ ഡേഞ്ചറസ് ഒക്കുറൻസ്. ഓക്കെ, അടുത്തൊരു ടോപ്പിക്കാണ് ഡേഞ്ചറസ് ഒക്കുറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡേഞ്ചറസ് ഒക്കുറൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സീരിയസ് ഇൻസിഡൻറ്റ് ദാറ്റ് ഹാസ് ആൻ ദ പൊട്ടൻഷ്യൽ ടു കോസ് ദ ഇഞ്ചുറി, ഡെത്ത് ഓർ പ്രോപ്പർട്ടി ഡാമേജ് ഈവൻ ഇഫ് നോ ഇഞ്ചുറി ആക്ച്വലി ഒക്വേഴ്സ്. അതായത് ഒരു ഇഞ്ചുറി ഒക്വർ ചെയ്തില്ലെങ്കിലും അതെന്താണ്, ഡെത്ത് അതേപോലെ പ്രോപ്പർട്ടി ഡാമേജിനൊക്കെ കാരണമാണ്. ഇറ്റ് ഈസ് കോമൺലി കോൾഡ് എ നിയർ മിസ് ഇൻസിഡൻറ്റ്. എക്സാമ്പിൾ ബോയിലർ എക്സ്പ്ലോഷൻ. ഓക്കെ, അത് ഒരു ഡേഞ്ചറസ് ഒക്കുറൻസ്, ഒരു സാഹചര്യം ഉണ്ടാക്കുകയാണ്. അതായത് അത് ചിലപ്പോൾ എന്ത് ചെയ്യും, ആക്സിഡൻ്റ് ഒന്നും സംഭവിച്ചില്ലെങ്കിൽ അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, എപ്പോഴും അത് സംഭവിക്കാം. ബോയിലർ എക്സ്പ്ലോഷൻ, ഗ്യാസ് ലീക്കേജ്, ക്രെയിൻ കൊളാപ്സ്, പ്രഷർ വെസല്, അതേപോലെ കെമിക്കൽ എക്സ്പ്ലോഷൻ, സ്ട്രക്ചറൽ കൊളാപ്സ്, ഇതൊക്കെയാണ് അതിന് എക്സാമ്പിൾ. അതായത് ഡേഞ്ചറസ് ഒക്കുറൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സീരിയസ് ഇൻസിഡൻറ്റ് ദാറ്റ് ഹാസ് ദ പൊട്ടൻഷ്യൽ ടു കോസ് ഇഞ്ചുറി. ഇഞ്ചുറിക്കുള്ള കാരണമാവാം, അല്ലെങ്കിൽ ഡെത്തിനുള്ള കാരണമാവാം, ഒരു പ്രോപ്പർട്ടി ഡാമേജ് ഉണ്ടാവാൻ കാരണമാവും. ഇതൊക്കെ കാരണമാവുന്ന ഒരു സാഹചര്യം ആണ് നമ്മൾ ഡേഞ്ചറസ് ഒക്കുറൻസ് എന്ന് പറയുന്നത്. അതിനുള്ള എക്സാമ്പിൾ പറഞ്ഞു. ഇനി അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ വെച്ചാൽ ഐഡൻറ്റിഫൈസ് ഹിഡൻ ഹസാർഡ്സ്, പ്രിവെൻറ്റ് ഫ്യൂച്ചർ ആക്സിഡൻസ്, ഇംപ്രൂവ് വർക്ക് പ്ലേസ് സേഫ്റ്റി. ഇതൊക്കെ നമ്മൾ ഡേഞ്ചറസ് ഒക്കുറൻസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് നമ്മൾ മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. ദെൻ അടുത്താണ് റിപ്പോർട്ടബിൾ ആക്സിഡൻറ്റ്. കുറച്ച് ഡെഫിനിഷനാണ് നമ്മൾ പറയുന്നത്. റിപ്പോർട്ടബിൾ ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞാൽ it is an accident that must be officially reported to the appropriate government authority as required by law because of its seriousness. ഇപ്പോൾ ചില ചെറിയ മുറിവുകളൊക്കെ ആണെങ്കിൽ നമ്മൾ തന്നെ മാനേജ് ചെയ്യും. എന്നാൽ ചില ആക്സിഡൻറ്റുകൾ നമ്മൾ നിർബന്ധമായിട്ടും അവിടെ റിപ്പോർട്ട് ചെയ്യണം. കാരണം എന്താ, ഫർദർ അവർക്ക് അതിനുള്ള പ്രിക്കോഷനും പ്രിവെൻഷനും എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏതൊക്കെയാണ് കോമൺ റിപ്പോർട്ടബിൾ ആക്സിഡൻറ്റ്? ഒന്ന്, ഫാറ്റൽ ആക്സിഡൻറ്റ്സ്. ഓക്കെ, അതേപോലെ മാരകമായ ഉള്ള ആക്സിഡൻറ്റുകൾ, പെർമനൻറ്റ് ഡിസേബിലിറ്റി, മേജർ ഫയർ എക്സ്പ്ലോഷൻ, ഡേഞ്ചറസ് ഒക്കുറൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഡേഞ്ചറസ് ഒക്കുറൻസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ എക്സ്പ്ലോഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒക്കുപേഷണൽ ഡിസീസ്,
അതേപോലെ സീരിയസ് ഇഞ്ചുറീസ് റിക്വയറിങ് ഹോസ്പിറ്റലൈസേഷൻ, ഇങ്ങനെയുള്ള സാധനമൊക്കെ എന്തായാലും കമ്പനി റിപ്പോർട്ട് ചെയ്യണം. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് റിപ്പോർട്ടിങ്ങിൻ്റെ ആവശ്യകത എന്താ? ഒന്ന്, എൻഷുർ ലീഗൽ കംപ്ലയൻസ്, ദെൻ ഹെൽപ്പ് ഇൻവെസ്റ്റിഗേറ്റ് ആക്സിഡൻറ്റ്, പ്രിവെൻറ്റ് റെക്കറൻസ്, അതേപോലെ വീണ്ടും വീണ്ടും ഹാപ്പൻ ചെയ്യുന്നത് തടയാൻ പറ്റും, മെയിൻറ്റെയിൻ ഒഫീഷ്യൽ സേഫ്റ്റി റെക്കോർഡ്സ്, ദെൻ ഇംപ്രൂവ് സേഫ്റ്റി മാനേജ്മെൻറ്റ്. അതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായിട്ട് ഇങ്ങനെ ആക്സിഡൻറ്റുകളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിയോക്കറൻസ് എന്ത് ചെയ്യാൻ പറ്റും? തടയാൻ പറ്റും എന്നുള്ളതാണ്. ദെൻ അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ബ്രീഫ് ചെയ്യാം. അതായത് നമ്മൾ പറഞ്ഞത് ഒന്ന് സിലബസിൻ്റെ ഒരു ഓവർവ്യൂ നോക്കി, അതിൻ്റെ എക്സാം പാറ്റേൺ നോക്കി, ദെൻ നീഡ് ഫോർ സേഫ്റ്റി, സേഫ്റ്റിയുടെ ആവശ്യകത എന്താണെന്ന് പറഞ്ഞു, ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് സേഫ്റ്റി, സേഫ്റ്റിയുടെ പ്രാധാന്യം എന്താണെന്ന് പറഞ്ഞു, ദെൻ സേഫ്റ്റി ആൻഡ് പ്രൊഡക്ടിവിറ്റി എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. ഇനി നമ്മൾ പുവർ സേഫ്റ്റി ആണെങ്കിൽ അത് പ്രൊഡക്ടിവിറ്റിനെ എങ്ങനെ പിന്നെ ബാധിക്കുമെന്ന് പറഞ്ഞു, എങ്ങനെ അഡ്വേഴ്സ് എഫക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് ഡെഫിനിഷൻസാണ് പറഞ്ഞത്, ആക്സിഡൻറ്റ്, അതേപോലെ അതിൻ്റെ കോസ്, അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു, ഇഞ്ചുറി, അതേപോലെ അൺസേഫ് ആക്ട്, അൺസേഫ് കണ്ടീഷന്, അതേപോലെ ഡേഞ്ചറസ് ഒക്കുറൻസ്, റിപ്പോർട്ടബിൾ ആക്സിഡൻറ്റ്സ്. ഓക്കെ, ഇത്രയും ഡെഫിനിഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ആക്സിഡൻറ്റ്, ഇഞ്ചുറി, അൺസേഫ് ആക്ട്, അൺസേഫ് കണ്ടീഷൻ, ഡേഞ്ചറസ് ഒക്കുറൻസ്, റിപ്പോർട്ടബിൾ ആക്സിഡൻറ്റ്. അത് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ഓരോന്നും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരു ഓവർവ്യൂ ആണ്, ഇൻട്രൊഡക്ഷൻ ആണ് പറഞ്ഞത്. മൂവിങ് ഫോർവേഡ് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ തിയറംസും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. സോ ഓവറോൾ ഒരു ഐഡിയ സേഫ്റ്റിനെ കുറിച്ച് കിട്ടിയെന്ന് വരുന്നു. നന്നായിട്ട് നോക്കുക. ഡു വെൽ, ഓൾ ദ ബെസ്റ്റ്.